പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ബത്സയിദ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്നയാൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 38 വർഷമായി സൗഖ്യം പ്രതീക്ഷിച്ച് ആ കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യനോട് ഈശോ ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവന്റെ ഉത്തരം വിചിത്രമാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല അവൻ പറയുന്നത്, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല. അവന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ പോകുന്ന സ്നേഹത്തെയും പരിഗണനയെയും കുറിച്ചാണ് അവന്റെ പരാതി. അവന്റെ ശരീരത്തിൽ 38 വർഷമായുള്ള രോഗത്തെക്കാൾ അധികമായി അവനെ ബുദ്ധിമുട്ടിക്കുന്നത് അവന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ പോകുന്ന പരിഗണനയെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, അംഗീകാരത്തെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, സഹോദര സ്നേഹമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സമൂഹത്തിന് നേരെ ഈ രോഗി വിരൽ ചൂണ്ടുകയാണ്. സുഖപ്പെടാനെന്ന് അവൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവൻ അതിനേക്കാളും വലിയ ആവശ്യമായി അവന്റെ മനസ്സിലുള്ളത് അവന്റെ സഹോദരങ്ങൾ അവനെ സ്നേഹിക്കുന്നു, സഹായിക്കാൻ മനസ്സുണ്ട്, അവനെ പരിഗണിക്കുന്നു എന്നുള്ള തോന്നൽ മനസ്സിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുന്നതും മറ്റുള്ളവരുടെ പരിഗണന കിട്ടി ആളുകൾ ഈശോയിലേക്ക്, നന്മയിലേക്ക്, ദൈവികതയിലേക്ക് വളരുന്നതിനെ കുറിച്ചാണ്. ഈ തിരുവചനം ഒരിക്കൽ കൂടി ആ ചിന്ത അരക്കെട്ടുറപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, നമുക്ക് നല്ല മനുഷ്യരാകാനുള്ള, നല്ല സഹോദരങ്ങളാകാനുള്ള, നല്ല സ്നേഹിതന്മാരാകാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പലതും ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടേതിനേക്കാൾ വലുതാണ് എന്ന രീതിയിൽ ചിന്തിച്ച് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സിന് വേണ്ടി നമുക്കിന്ന് പരിശ്രമിക്കാൻ, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ നാളുകളിലെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസവും അങ്ങയുടെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി കാഴ്ചവെക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടപെടൽ ആഗ്രഹിച്ച്, ഞങ്ങളുടെ പരിഗണന ആഗ്രഹിച്ച്, ഞങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് ഈ തളർവാദ രോഗിയെ പോലെ ദീർഘനാളായി ഞങ്ങളുടെ ചുറ്റിലും പലരും ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പറയുന്ന ഒരു നല്ല വാക്ക് പ്രതീക്ഷിച്ച്, ഞങ്ങളുടെ ഒരു പുഞ്ചിരി പ്രതീക്ഷിച്ച്, ഞങ്ങളുടെ ഒരു പരിഗണന പ്രതീക്ഷിച്ച് അവർക്കൊക്കെ അവരാഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കാനും വേണ്ട രീതിയിൽ അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.